ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ജീവിത ശൈലി രോഗങ്ങളാണ്. അതായത് പ്രഷർ, പ്രമേഹം, കിഡ്നി, അങ്ങനത്തെ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാരണം പ്രമേഹമാണ്. പ്രമേഹവും പ്രഷറുമാണ് ഈ അസുഖങ്ങളൊക്കെ കാരണം. അപ്പോൾ ഈ പ്രമേഹവും പ്രഷറും വരും എപ്പോഴും എന്താ വെച്ചാൽ അമിതമായി ഭക്ഷണം കഴിക്കൊണ്ടിരുന്നത്. നമ്മൾ അധ്വാനം കുറയുകയും ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പം ഒരു അസന്തുലിതാവസ്ഥ വരും ശരീരത്തിൽ. നമ്മളെ ജോലിക്കനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതെന്തും കഴിക്കാം, ഹലാലായ എന്തും നമുക്ക് കഴിക്കാം. പൊറാട്ട തിന്നാൻ പറ്റുമോ, മന്തി തിന്നാൻ പറ്റുമോ, അതൊന്നും ചർച്ചല്ല. ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം. കുലു വഷ്റബു വലാ തുസ്രിഫു. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായ പറഞ്ഞത്. ഹലാലായതൊക്കെ നിങ്ങൾ തിന്നോളി, കുടിച്ചോളി, വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. അത്രേ ഉള്ളൂ. ഒരു ചോറ് നിന്നാണെങ്കിൽ കുറച്ച് ചോറുന്നോളി, ഒരു കയ്യിൽ ചോറുന്നാൽ മതി. വെറുതെ AC ഇല്ല കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് വാട്സപ്പിൽ കച്ചവടം നടത്താനാണെങ്കിൽ, മൊബൈലിലുള്ള പരിപാടിയാണെങ്കിൽ സഹോദരങ്ങളെ, അതിനാകെ ഒരു ദോശയും ഒരു കപ്പ് ചോറും ഒരു ചപ്പാത്തിയും മതി. അല്ല, തടി ഇറങ്ങിയിട്ടുള്ള പനിയാണെങ്കിൽ 4 ദോശയും 5 ദോശയും 3 കപ്പ് ചോറും 4 കപ്പ് ചോറും 6 ചപ്പാത്തിയൊക്കെ തിന്നാ. ഇവിടെ നേരെ തിരിച്ചാണ്, കുറഞ്ഞ പണി കൂടുതൽ തീറ്റ. ആ ഫോർമുല നമ്മൾ മാറ്റണം. പണിക്കനുസരിച്ച് തിന്നാ, ജോലിക്കനുസരിച്ച് തിന്നാ. ഇടക്കിടക്കുള്ള തിന്നലുകൾ, കാലറി കൂടിയ തിന്നൽ, നല്ല ഒരു ബിരിയാണി തിന്ന് അതിൻ്റെ മേലെ പിന്നെ നല്ലൊരു ഫ്രൂട്ട് സലാഡ്, അപകടമാണ്. അപകടമാണ് സഹോദരങ്ങളെ, വലിയ അപകടമാണ്. കാരണം ആ ബിരിയാണി ഉള്ളതിനേക്കാൾ എനർജി ആ ഫ്രൂട്ട് സലാഡിലുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് ഫലൂടി ഇഷ്ടമാണെങ്കിൽ ചോറുന്നുണ്ട്, അന്ന് പോയൊരു ഫലൂഡ നുള്ളി. രാത്രി ഭക്ഷണം കഴിക്കണ്ട, മഗ്‌രിബിന് പോയിട്ട് നിസ്കാരം കണ്ടിട്ട് ഫലൂഡ തിന്നാളി. ഇങ്ങോട്ട് 10 മണിയാകുമ്പോൾ കിടന്നാൽ മതി. രാത്രി 10 മണിക്ക് പോയി ഫലൂഡ പിന്നെ കിടക്കരുത്. ഫലൂഡ തിന്നണമെങ്കിൽ ഒരു 7 മണിക്കോ 6 മണിക്കോ തിന്നണം. കാരണം അത്രയും എനർജി ഉണ്ട്. ആ എനർജി ചിലവാക്കിയിട്ട് പിന്നെ ഉറങ്ങാൻ പാടുള്ളൂ. എനർജി മുഴുവൻ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ല, അത് ചിലവായി പോകണം. അതുകൊണ്ട് ആ ഒരു കൾച്ചർ നമ്മൾ ഒഴിവാക്കുക. അമിതമായി തിന്നുന്ന, ഹലാലായതൊക്കെ തിന്നാ, കുറച്ച് തിന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ചക്ക ഇഷ്ടമാണോ, ഒരു 10 ചക്കച്ചോള തിന്നോളി, ഒരു അര ചക്ക വേണമെങ്കിൽ തിന്നോളി. പക്ഷെ അന്ന് നിങ്ങൾ വേറെ ഒന്നും തിന്നരുത്. രാവിലെ ഒരു ചായ കുടിച്ചാൽ ഒരു 10 മണിയാകുമ്പോൾ ചക്കന്ന, ഉച്ചക്കും ചക്കന്നോളി, രാത്രിയും ചക്കന്നോളി, കുഴപ്പമില്ല. പക്ഷെ വേറെ ഒന്നും തിന്നരുത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ പകരം തിന്നാ. ഒക്കെ മേപ്പടിയായി തിന്നുന്ന പരിപാടി നിർത്തുക. ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് തിന്നാ, ചോറിൻ്റെ മേലെ ഫ്രൂട്ട് സലാഡ് തിന്നാ. ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ പോയി പിന്നെ ഷെയ്ക്ക് കുടിക്കുക, പിന്നെ കോഫി അടിക്കുക. ആ പരിപാടി നിർത്തുക. ഇഷ്ടമുള്ളതൊക്കെ തിന്നോളി, കുറച്ച് തിന്നാൽ മതി. എന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതേമാതിരി രോഗം നേരത്തെ കണ്ടെത്തുക. എനിക്ക് അസുഖം ഉണ്ടാവില്ല, എനിക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കാക്ക. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് പോയി നോക്കുക, കിഡ്നിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ അത് കൃത്യമായി ചികിത്സിക്കുക. നമ്മൾ ആളുകൾ ആ കാര്യത്തിൽ വളരെ മോശമാണ്. 1 മാസത്തെ ഗുളിക വാങ്ങിയാൽ 2 മാസം കുടിക്കുക. ഒരു ഗുളിക 1.5 കുടിച്ചാൽ, അരപ്പൊട്ട് കുടിച്ചാൽ, അരപ്പൊട്ട് എഴുതി കൊടുത്താൽ നമ്മൾ ഈ അരപ്പൊട്ട് കുടിച്ചടക്കാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ, അല്ല, ആൾക്കാർ പൊട്ടിച്ചടക്കാൻ വേണ്ടി നമ്മൾ അരപ്പൊട്ട് എഴുതി കൊടുക്കും. അപ്പോൾ വരെന്താ കാട്ടിയാൽ 1.5 അരപ്പൊട്ടാണ്. അങ്ങനെ 1 മാസത്തെ ഗുളിക 2 മാസം കുടിച്ചാൽ. എന്നാൽ വീട്ടിൽ വാങ്ങണ അരിയും ചോറും 1 മാസത്തെ 2 മാസത്തിൽ നിന്നാണ് ഈ തിരക്കില്ല. ഒരു വെളിച്ചെണ്ണ 1 ലിറ്റർ വാങ്ങിയാൽ 2 മാസം ഉപയോഗിച്ചൂടെ? അത് പറ്റൂല, അത് 4 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ആ കൾച്ചർ, രോഗം വരാതെ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക, വരുന്നുണ്ടോ ചെക്ക് ചെയ്യുക. കണ്ടുപിടിച്ചാൽ നേരത്തെ കൃത്യമായി ചികിത്സിക്കുക.